ബിഗ് ബോസ് സീസൺ 7 മലയാളം ഇന്ന് ഓഗസ്റ്റ് 23 വീക്കെൻഡ് എപ്പിസോഡാണ്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ കുറേ പ്രൊമോസ് നമ്മുടെ ഏഷ്യാനെറ്റിൽ വന്നു കഴിഞ്ഞു കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നട മോനെ അടിപൊളി പ്രൊമോ ആണ്. നമ്മുടെ ലാലേട്ടൻ അക്ബറിനെ റോസ്റ്റ് ചെയ്യാൻ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അക്ബറിൻ്റെ ഒരു ഫാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ആൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഓർത്തിട്ടൊന്നുമില്ല, പക്ഷേ നല്ലൊരു ഗെയിം പ്ലെയർ ആണ്. ആൾക്ക് ആളുടേതായിട്ടുള്ളൊരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു കോണ്ടസ്റ്റൻ്റ് ആണ് നമ്മുടെ ബിഗ് ബോസിൽ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അക്ബർ ചെയ്യുന്ന പല കാര്യങ്ങളോടും ഞാൻ യോജിക്കാറില്ല കേട്ടോ. ആൾ പലപ്പോഴും ബിഗ് ബോസ് പോലെയുള്ള ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് മോശപ്പെട്ട വാക്കുകൾ സംസാരിക്കുക, അതേപോലെ തന്നെ ഒട്ടും തന്നെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ അറിയാൻ പാടാത്തൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും അക്ബറിനെ. അത് തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിൽ ലാലേട്ടൻ അക്ബറിനോട് ചോദിക്കുന്നത് കേട്ടോ. ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനത്തെ അസഭ്യ വാക്കുകളൊക്കെ എന്തിനാണ് യൂസ് ചെയ്യണത്, നിങ്ങൾ എങ്ങനെയാണോ പെരുമാറണേ. അക്ബറിൻ്റെ അടുത്ത് നേരെ കൺഫെഷൻ റൂമിലേക്കൊക്കെ വരാൻ പറയുന്നുണ്ട് ലാലേട്ടൻ പ്രൊമോയിൽ. ഈ കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ടതാണ് അനീഷിന് നേരെ അക്ബർ ദേഷ്യം വന്നിട്ട് ആ ഒരു പില്ലോ വലിച്ചെറിഞ്ഞ് പോയതൊക്കെ. ശരിക്കും അത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണ്. ഈ പില്ലോയ്ക്ക് പകരം അക്ബറിൻ്റെ കയ്യിൽ വേറെ എന്തെങ്കിലുമാണ് കിട്ടിയിരുന്നെങ്കിലോ ആൾ അതും എടുത്ത് ആളുടെ നേരെ വലിച്ചെറിയായിരുന്നോ? എനിക്കറിയാൻ പാടില്ല. അക്ബർ ചില സമയത്ത് കാണിക്കുന്നതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആൾ ഗെയിം വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളി പ്ലെയറുമാണ് കേട്ടോ. എന്തായാലും അക്ബറിൻ്റെ അടുത്ത് കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണോ എന്തിനും അവിടെ നടക്കാൻ പോണത്. കഴിഞ്ഞ ദിവസത്തെ ലൈവ് അപ്ഡേറ്റിൽ നമ്മൾ കണ്ടതാണ് സരികയായിട്ടുള്ള ആ ഒരു ഡിവോഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ അക്ബർ ചുമ്മാ കയറി ഷോ കാണിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. അതും ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ. എത്ര വന്നാലും ഇത് കുടുംബ പ്രേക്ഷകരൊക്കെ കാണണമല്ലേ. അക്ബറിന് ഒരു തവണ ഓൾറെഡി വാർണിംഗ് കിട്ടിയതാണ്. ഇനി പിന്നെയും റൂൾ വയലേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഈ കൺഫെക്ഷൻ റൂമിൽ നിന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറയുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ബിഗ് ബോസിന് അങ്ങനത്തെ ഒരു പവർ ഉണ്ടല്ലോ. ജസ്റ്റ് വോട്ടിംഗ് മാത്രമല്ല, റൂൾ വയലേഷൻ നടന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്തായാലും മത്സരാർത്ഥിനെ പുറത്തേക്ക് വിളിച്ചിരിക്കും. ഇനി അതിന് വേണ്ടിയിട്ടാണോ കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ചതെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ടിട്ട് പറയാം.